ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ 11 വാക്യങ്ങളാണ് നാം വായിച്ചത്. അതിൽ 3 കാര്യങ്ങൾ പറയണം എന്നാണ് നാം ആഗ്രഹിച്ചത്. ആത്മീയ പക്വതക്കായുള്ള ആഹ്വാനം, അതിൽ 3 പ്രധാന കാര്യങ്ങൾ. ആത്മീയമായി വളരുവാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള വിഭവങ്ങൾ, റിസോഴ്സസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, നമുക്ക് ഉള്ള പ്രതിഫലങ്ങൾ, റിവാർഡ്സ്. ഇതിൽ ആദ്യത്തെ കാര്യം നാം രാവിലെ ചിന്തിച്ചു. എന്തെല്ലാം വിഭവങ്ങളാണ് ഭക്തിയായി ജീവിക്കുവാൻ, ആത്മീയമായി വളരുവാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തെക്കുറിച്ച് പ്രസിദ്ധ പണ്ഡിതനായ വില്യം മാക്ഡൊണാൾഡ് തൻ്റെ കമൻട്രിയിൽ ഈ ഭാഗത്തിനൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. ആത്മീകമായി വളരുവാനുള്ള ആഹ്വാനം എന്ന ആശയത്തിലാണ് ഞാൻ ഈ ഭാഗത്തിനൊരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങൾ, വിശ്വാസം, വിളി, വാഗ്ദത്തങ്ങൾ, ദിവ്യ സ്വഭാവത്തിൽ നമുക്കൊരു പങ്ക് തന്നിട്ടുണ്ട്. ആയിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. അതിൻ്റെ 5-ാം വാക്യം പറയുന്നത്, അത് നിമിത്തം. ഏത് നിമിത്തം? ഈ കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ കൂട്ടിക്കൊള്ളണം. ഈ വിഭവങ്ങളെല്ലാം നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് ഈ ക്രിസ്തീയ ഗുണങ്ങൾ നിങ്ങളോട് കൂട്ടിക്കൊള്ളണം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ ഉത്തരവാദിത്വം ദൈവം നൽകിയിരിക്കുന്ന ഈ വിഭവങ്ങളെ ഉപയോഗിച്ച് ഈ ക്രിസ്തീയമായ ഗുണങ്ങൾ നമ്മിൽ വർദ്ധിപ്പിക്കേണ്ടതിന് ഒന്നിനോടൊന്ന് നാം കൂട്ടുവാൻ പരിശ്രമിക്കണം. കൂട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് അതിന് ഒരു പരിശ്രമം വേണം എന്നുള്ള ആശയം അതിനകത്തുണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മീയരായി തീരുകയില്ല. നോ വൺ ഡ്രിഫ്റ്റ്സ് ഇൻടു സ്പിരിച്വാലിറ്റി. ആത്മീയത്വത്തിലേക്ക് ആരും വഴുതി വീഴുകയില്ല. മനഃപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് അതിന് ഉണ്ടാകണം. പ്രായം കഴിയുന്നതോടും കൂടുതൽ ആത്മീയരാകുകയില്ല, അങ്ങനെയുമില്ല. ചിലരുടെ വിചാരം ചെറുപ്പമായിരിക്കുമ്പോൾ ഒക്കെ വലിയ ആത്മീയത്വമൊന്നുമില്ല, പിന്നെ പ്രായമാകുമ്പോൾ ആത്മീയരാകുക. അങ്ങനെ ആരും തിരിക്കരുത്. പ്രായമാകുമ്പോൾ ആരും ആത്മീയരാകുകയില്ല. പ്രായമല്ല ആത്മീയരാകുന്നതിനുള്ള മുഖാന്തരം. നാം ഈ കാര്യങ്ങളെ നമ്മോട് കൂട്ടിക്കൊള്ളുവാൻ, അല്ലെങ്കിൽ നമ്മിൽ ഇത് വർദ്ധിപ്പിക്കുവാൻ മനഃപൂർവമായ ശ്രമം ചെയ്യണം. അവിടെ 5-ാം വാക്യം പറയുന്നത്, നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. മടിയുടെ ഓപ്പോസിറ്റാണ് ഉത്സാഹം എന്ന് പറയുന്നത്. നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. എന്നിട്ട് താഴെ പറയുന്നത്, ഒന്നിനോടൊന്ന് നിങ്ങൾ കൂട്ടിക്കൊള്ളണം. അവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നും ഇപ്പോൾ നാം എടുത്ത് വിവരിക്കുന്നില്ല. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ഇത്രയും കാര്യങ്ങൾ സകല ഉത്സാഹവും കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂട്ടിക്കൊള്ളണം. അതിൻ്റെ അടുത്ത വാചകം പറയുന്നത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. അപ്പോൾ ഈ ഗുണങ്ങൾ നമ്മിൽ വർദ്ധിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ കാര്യങ്ങൾ കൂട്ടാൻ നാം ശ്രമിക്കണം. നമ്മിൽ ഈ ഗുണങ്ങൾ, ഈ ക്രിസ്തുവിൻ സ്വഭാവം വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം നാം മനഃപൂർവമായ പരിശ്രമം ചെയ്യണം. എങ്കിലേ നാം ആത്മീയരായി തീരുകയുള്ളൂ. അപ്പൊ 2 പ്രയോഗങ്ങൾ, സകല ഉത്സാഹവും കഴിക്കണം, നിങ്ങൾ കൂട്ടിക്കൊള്ളണം, ഇവ നിങ്ങളിൽ വർദ്ധിക്കുകയും വേണം. നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ശേഷം ഈ കാര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ? ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? അതെല്ലാം ക്രിസ്തീയ സ്വഭാവങ്ങളാണ്.
ക്രിസ്ത്യൻ വെർച്യൂസ് അതല്ല. ഭക്തിയുണ്ട്, സഹോദരപ്രീതിയുണ്ട്, സ്നേഹമുണ്ട്, ഇന്ദ്രിയ ജയമുണ്ട്, പരിജ്ഞാനമുണ്ട്, വീര്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട ക്രിസ്തീയ സ്വഭാവങ്ങളാണ്. ഒരു മടിയും കൂടാതെ എല്ലാ പരിശ്രമവും കഴിച്ച് മാക്സിമം എഫർട്ട് എടുത്ത് പരമാവധി പരിശ്രമം കഴിച്ച് ഈ കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ കൂട്ടുവാൻ നാം ശ്രമിക്കണം. ഇവ നമ്മിൽ വർദ്ധിച്ചു വരണം. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത് പറയാൻ പോവുക. അങ്ങനെ വർദ്ധിച്ചു വന്നാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട്, അതിൻ്റെ പ്രതിഫലം എന്താണ് എന്ന് അടുത്ത് പറയാൻ പോവുക. എന്നാൽ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഞാനിനി അടുത്തിടെയാണ് ഇത് ശ്രദ്ധിച്ചത്. ഇത് പറയാനും തുടങ്ങിയത് വേറെ ആരും ഇത് പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആരും ഇത് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വലിയ കാര്യം ചെയ്തു വിചാരിച്ചാൽ പറയല്ല. ഇതിനു മുമ്പ് ഇതാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതെന്താണെന്നറിയാമോ? നാം യൗവനമായിരിക്കുമ്പോൾ, അതായത് രക്ഷിക്കപ്പെട്ട് നാം മുമ്പോട്ട് വരുന്ന കാലത്ത് തന്നെ ഈ ഗുണങ്ങൾ നമ്മിൽ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പ്രായമാകുമ്പോൾ ഈ ഗുണങ്ങളുടെ വളരെ ആവശ്യം നമുക്ക് വരും. പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ബലം മുഴുവൻ പോകും. എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. നടക്കാനായിട്ട് പ്രയാസം ഉണ്ടാവും, പിന്നെ കേൾവി കുറയും, കാഴ്ച കുറയും, കിടപ്പാകും, മറ്റുള്ളവരെ നാം ആശ്രയിക്കേണ്ടി വരും. പ്രായമുള്ള മിക്കവാറും പേരുടെ കാര്യം അങ്ങനെയാണ്. മിക്കവാറും മരുമകളായിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ മകളായിരിക്കും. ശരീരത്തിന്റെ എല്ലാ ബലവും നഷ്ടപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോട് താല്പര്യമില്ല, യാത്ര ചെയ്യാൻ താല്പര്യമില്ല, കാഴ്ച കാണാൻ പോകാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള എല്ലാ സുഖങ്ങളും പ്രായമാകുമ്പോൾ അവസാനിക്കും. പിന്നെ ആകെ നമ്മെ നിലനിർത്തുന്നത് എന്താണെന്നറിയാമോ? എന്താ? നല്ല സാപ്പാടുണ്ടോ, അത് സന്തോഷം. ഒരു സന്തോഷമില്ല, ഭക്ഷണം വേണ്ട. പിന്നെ നമുക്ക് യാത്രയെ പോകാം, യാത്രയൊന്നും പോകട്ടെ, എങ്ങും പോകട്ടെ, വീട്ടിൽ തന്നെ ഇല്ല. പിന്നെ എന്താ പ്രായമായി കഴിയുമ്പോൾ സന്തോഷം? ഒറ്റ സന്തോഷമുള്ളൂ, ആത്മീയമായ സന്തോഷം. അത് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, ഞാൻ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാണ്, ചെറുപ്പമായിരിക്കുമ്പോൾ ഈ ആത്മീയ ഗുണങ്ങൾ, ക്ഷമ, സ്നേഹം, പരിജ്ഞാനം, ഇന്ദ്രിയ ജയം, ഇത് ചെറുപ്പമായിരിക്കുമ്പോൾ നാം ഇത് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ, നമ്മിൽ കൾട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ, ശാരീരിക സുഖവും ക്ഷേമവും എല്ലാം പോകുമ്പോൾ ഈ ഗുണങ്ങൾ നമ്മിൽ ഇല്ലെങ്കിൽ വാർദ്ധക്യം മുഴുവൻ പരാതിയും പിണക്കവുമായിരിക്കും. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്, അല്ലേ? മരുമോള് നോക്കുന്നത് ഒക്കുന്നില്ല, ഏത് നേരം നോക്കുന്നത് മരുമോള് കിട്ടുക. മോൻ വേണ്ട നിലയിൽ കരുതുന്നില്ല. കാരണം അപ്പോൾ ഒന്ന് കടയ്ക്കൊന്ന് എഴുന്നേക്കണമെന്ന് പിടിക്കണം. ബാത്റൂമിൽ തന്നെ ഭാഗമൊക്കെ ഇല്ല, ബാത്റൂമിൽ പോകണമെങ്കിൽ പിടിച്ചു കൊണ്ടുപോകണം. കഴിക്കാൻ വരണമെങ്കിൽ ഒന്നുകിൽ വാരി കൊടുക്കണം, അല്ലെങ്കിൽ ഊണുമേശ പിടിച്ചുകൊണ്ടിരിക്കണം. സ്വന്തമായിട്ടുള്ള എല്ലാ കഴിവും നഷ്ടപ്പെടും. പൊതുവെ അങ്ങനെയാണ് പ്രായമാകുന്നത്. അപ്പൊ ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. ചെറുപ്പമായിരിക്കും ഇതൊന്നും ഓർക്കുക. അനുഭവം എന്നിട്ട് വാർത്ത ഞാൻ ഇത് പറയുന്നുണ്ട്, എന്നാൽ ചെറുപ്പം പറയും, അല്ലേ? കുറച്ച് കഴിയുമ്പോഴും ആ മരുമകളാണ് നിങ്ങളുടെ കൈ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുവിട്ടത്. ഇത് വല്ലതും ഓർക്കുന്നുണ്ടോ? ഇത് ഓർക്കുക. ചെറുപ്പമായിരിക്കും ഓർക്കുക. ഞാൻ കണ്ട് വർത്താനം പറയുന്നുണ്ട്, എന്നൊക്കെയാ പറയുന്നത്. വർത്താനം ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന വർത്താനം നിങ്ങൾ കേൾക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട് തരത്തിലുള്ള പ്രായമുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് ഈ രണ്ടു കൂട്ടരെ അറിയാം. ചിലര് എത്ര രോഗമാണേലും വിഷമാണേലും സന്തോഷം, ശരീരത്തിൽ ഭയങ്കര ക്ലേശവും വിഷമമൊക്കെ ഉണ്ട്, ഒരു പരാതിയില്ല, സംതൃപ്തിയും സന്തോഷവും. അങ്ങനെയുള്ള അപ്പച്ചമാരും അമ്മച്ചിമാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ മൂപ്പനായ ഉണ്ടായിരുന്നു. വളരെ അറിയപ്പെടുന്ന ഒരാളാണ് നമ്മുടെ കൊച്ചിയിലെ ഗാലിയൻ വില്യംസ് അങ്കിളിന്റെ ഫാദറിലാണ്. വളരെ ഭക്തനായ മനുഷ്യനായ താൻ ഒടുവിൽ ക്ഷീണവും രോഗവും ഒക്കെ ആയിട്ട് വയ്യാതൊക്കെ കിടക്കും. പക്ഷെ താൻ ആകുന്ന കാലത്ത്
തന്റെ ഭക്തി ജീവിതം ശരിയായി സൂക്ഷിച്ചതുകൊണ്ട് ശരീരത്തിന് ബലമില്ലാതെ പ്രായമായപ്പോഴും വളരെ സന്തോഷം. തന്നെ കാണാൻ വീട്ടിൽ ചെന്നാൽ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുറിയിൽ ഇറങ്ങി വരുന്നത്. യാതൊരു പരാതിയില്ല, ആരോടും ഒരു പഴക്കമില്ല, നോക്കുന്നതിനെ കുറിച്ച് ഒരു കുറ്റപ്പെടുത്തലില്ല, എല്ലാ സന്തോഷം. വേറെ ചില അപ്പച്ചന്മാരും മുന്നച്ചന്മാരും നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് അവരെ പറ്റി അറിയാവുന്ന വിചാരിക്കും. മുഴുവൻ പരാതിയാണ്. അതിനെ നോക്കുന്നത് കിട്ടുന്നില്ല, ഭക്ഷണം ശരിക്കും വരുമ്പോൾ തരുന്നില്ല, മീൻ പ്രത്യേകിച്ച് ചെറിയ കഷ്ണയെ തന്നുള്ളൂ. പിന്നെ രാത്രി വിളിച്ചിട്ട് അവള് തൂക്കം വലിച്ച് ഉറങ്ങില്ല, അവള് എഴുന്നേറ്റുന്നില്ല. ഒരു സന്തോഷത്തിന്റെ വാർത്തയില്ല. ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയാൽ നമ്മൾ നിരാശപ്പെട്ട് മടങ്ങിപ്പോകും. യാതൊരു സംതൃപ്തിയില്ല, സന്തോഷമില്ല. അതെന്തുകൊണ്ടാണെന്നറിയാം? അതിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആകാവുന്ന കാലത്ത് ഈ ക്രിസ്തീയ ഗുണങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തില്ല. 70 കഴിഞ്ഞത് ഡെവലപ്പ് ചെയ്യാൻ ആരും വിചാരിച്ചിരിക്കല്ലേ? നമുക്ക് ആകാവുന്ന കാലത്ത് നമ്മൾ വഴക്കിന്റെ മുകളിൽ അല്ലേ? ഞാൻ അങ്ങനെ വിട്ടുകൊടുത്തൊന്നുമില്ല, എന്നെ കുറിച്ച് വല്ല പറഞ്ഞാൽ ഞാൻ വിടുകയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പോകും. സഭാപ്രസംഗം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമൊക്കെ അല്ലേ? കായികത്തെ പേടി. എവിടെയും പോയ ലിഫ്റ്റ് ഉണ്ടോന്ന് ആദ്യമല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ പോയ എസ്കലേറ്റർ ഉണ്ടോന്ന് ആദ്യമല്ലോ. കായികത്തെ പേടിക്കും. പിന്നെ വഴിയിൽ വീതികൾ ഉള്ളതായി തോന്നും. ഞാൻ ഓർക്കുന്നത് എത്ര കറക്റ്റാ സ്ഥലവും പറഞ്ഞത്. വഴിയിൽ വീതികൾ ഉണ്ടെന്നല്ല, പിന്നെ ഉള്ളതായി തോന്നും. ആരാടോ കുഞ്ഞ് ഇപ്പൊ അതിൽ അങ്ങോട്ട് പോയേ? ആരും പോയില്ല, ചുമ്മാ തോന്നുന്ന. ആരും പോയില്ല. നമ്മുടെ ശബ്ദം കേട്ടാൽ ഇപ്പോൾ വഴിയിൽ വീതികൾ ഉള്ളതായി തോന്നുന്നു. വീതിയൊന്നും ഇല്ല, പക്ഷെ ഉള്ളതായിട്ട് തോന്നുക. ഓരോ തോന്നലുകൾ. പിന്നെ കാഴ്ച വന്നും നാട്ടുകാരികളൊക്കെ ക്ഷീണിക്കും, ചെവി മന്ദമാകും. എല്ലാം കൃത്യം വ്യവസ്ഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വരും. അപ്പോ ഇത് വരുന്ന കാലത്ത് സന്തോഷമായിരിക്കണം. എന്ത് ചെയ്യണമെന്നറിയാമോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. സകല ഉത്സാഹവും കഴിച്ച് ഇപ്പോ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയതയും, ഇന്ദ്രിയതയോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളണം. ഇപ്പൊ ഈ ക്വാളിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ പ്രായമാകുമ്പോൾ നമുക്ക് ക്ഷമയുണ്ടായിരിക്കും, സ്നേഹം ഉണ്ടായിരിക്കും, സഹനശക്തി ഉണ്ടായിരിക്കും. നമ്മൾ വഴക്കുണ്ടാക്കുകയില്ല, പരാതി പറയുകയില്ല, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അന്ന് കഷ്ടപ്പെടും. ഇനി ഇവിടെ ഇരിക്കുന്ന ആരും കേട്ടില്ലെന്ന് നീ പറയരുത് കേട്ടോ. ആരും പറയാം, ഞങ്ങൾക്ക് അറിയാൻ മേല, ആരും പറഞ്ഞേക്കില്ല, അറിയാൻ മേല. എല്ലാവരും ഇപ്പൊ കേട്ടല്ലോ ഈ പറഞ്ഞത്, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം കേട്ടു. അതുകൊണ്ട് ആകാവുന്ന കാലത്ത് സകല ഉത്സാഹവും കഴിച്ച് ഈ കാര്യങ്ങൾ കൂട്ടിക്കൊള്ളണം. ഇവ വർദ്ധിക്കണം. നമ്മിൽ സൈമൺ സാന്തി ആണോ എന്ന് എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ഒരു പദ്യശകലം, ഒരു പാട്ടുണ്ട്. ഇതാർക്കെങ്കിലും പഴയ ആളുകൾക്കൊന്നും അറിയാമായിരിക്കും. മറ്റൊരു ദേവദാസൻ പാടി ഞാൻ കേട്ടതാണ്. കൃത്യം വരികൾ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ആശയം ഇതാണ്: കട പൂട്ടും മുമ്പേ വിളക്കിനെണ്ണ ശരിയായി കരുതിടായി കൊടിയൊരു രാത്രി ദീപമെന്നെ അടലോടെ ഇരുട്ടിൽ ഇരുന്നു പോയി. എല്ലാവർക്കും മനസ്സിലായത്? കട പൂട്ടുന്നതിന് മുമ്പേ എല്ലാവരും എണ്ണ മേടിച്ചു വെച്ചത്. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ കൊടിയൊരു രാത്രി ദീപമെന്നെ ദുഃഖത്തോടെ ഇരുട്ടിൽ ഇരുന്നു പോകും. സഹോദരന്മാരെ, കട പൂട്ടും ഒരു ദിവസം. കട പൂട്ടുന്നതിന് മുമ്പേ ഈ എണ്ണ മേടിച്ച് സ്റ്റോക്ക് ചെയ്തോണം. ഈ ഗുണങ്ങൾ തന്റെ ജീവിതത്തിൽ നീ സ്റ്റോക്ക് ചെയ്തോണം. സ്റ്റോക്ക് ചെയ്തില്ലെങ്കിൽ കൈസാമ്പ് ഇരുട്ടിലിരിക്കും. ഒരു സ്തോത്രവും കാണുകയില്ല, ഒരു സന്തോഷവും കാണുകയില്ല, പരാതിയായിരിക്കും, വഴക്കായിരിക്കും, ഒരു സംതൃപ്തിയുമില്ല, യോഗത്തിന് പോകണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട. ഇങ്ങനെയുള്ള മിസറബിൾ ഓൾഡ് ഏജ്, അരിഷ്ടകരമായ വാർദ്ധക്യം ഉള്ള എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ടെന്നറിയാം.
നമുക്ക് ആർക്കും അറിയാൻ പറയാം. നമുക്കൊക്കെ എന്താ പ്രായമാകുമ്പോൾ വരുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞില്ല. പെട്ടെന്ന് വയ്ക്കുകയാണ് 10 വർഷം കിടന്നിട്ട് ഇതൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും കട കൂട്ടുന്നതിന് മുമ്പേ വേഗം വിളക്കിന് എണ്ണ മേടിച്ച് സൂക്ഷിച്ചോണം, സ്റ്റോക്ക് ചെയ്തോണം. അല്ലെങ്കിൽ കട കൂട്ടിക്കഴിഞ്ഞാൽ എണ്ണ കിട്ടുകയില്ല. അതുകൊണ്ട് സകല ഉത്സാഹവും കഴിച്ച് ഈ ഗുണങ്ങൾ കൂട്ടിക്കൊള്ളുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവ സ്വഭാവം വർദ്ധിപ്പിക്കത്തക്കവണ്ണം ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴ്പ്പെട്ട് ഓരോ ദിവസവും ഭയത്തോടും ഭക്തിയോടും കൂടെ ജീവിക്കാൻ നാം പഠിക്കണം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കണം. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമുക്ക് ദൈവം നിന്ന് റിസോഴ്സ് എന്താണെന്ന് പറഞ്ഞു. അത് നിമിത്തം ആ ഗുണങ്ങൾ റിസോഴ്സസ് നമുക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്താ? സകല ഉത്സാഹം കഴിച്ച് മനഃപൂർവ്വമായി ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിക്കൊള്ളണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ കൂട്ടിയില്ലെങ്കിൽ ദോഷമില്ല. നമ്മുടെ ജീവിതം മിശ്രമായിരിക്കും. അതെ. ഇനി മൂന്നാമത്തെ കാര്യം, അടുത്ത കാര്യം അതെന്താ? റിവാർഡ്സ് ഫോർ ഗോഡ്ലി ലിവിംഗ്. ദൈവഭക്തിയായി ആത്മീയ പക്വതയിൽ ജീവിച്ചാലുള്ള പ്രതിഫലങ്ങൾ എന്തൊക്കെ? അതാണ് അവിടെ പറയുന്നത്. 8-ാം വാക്യം നോക്കി. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ഇവെന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ ഗുണങ്ങൾ, ക്രിസ്ത്യൻ വെർച്യൂസ് നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആവുകയില്ല. ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആവുകയില്ല. അത് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഉത്സാഹമുള്ളവരും ഫലം കായ്ക്കുന്നവരും ആയിരിക്കും. ഈ ഗുണങ്ങൾ വർദ്ധിപ്പിച്ചാലുള്ള പ്രതിഫലം വളരെ ഉത്സാഹമുള്ളവരായി നിങ്ങളിരിക്കും, നിഷ്ഫലന്മാരായിരിക്കില്ല. നിങ്ങളുടെ ജീവിതം പ്രൊഡക്റ്റീവായിരിക്കും, ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ജീവിതം ഫലകരമായിരിക്കും. ഏത് പ്രായത്തിലും ഫലം കായ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സങ്കീർത്തനത്തിൽ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുക ഒരു പ്രയോഗമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നടുതലയായവർ, ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവർ, അവര് വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. അതിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. വാർദ്ധക്യത്തിൽ നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കണം. അപ്പോൾ ഈ ഗുണങ്ങളെ നാം വർദ്ധിപ്പിച്ചാൽ നാം ഉത്സാഹം ഉള്ളവരും പിന്നെ ഫലം കായ്ക്കുന്നവരും ആയിരിക്കും. ഏത് പ്രായത്തിലും ഏത് പരിതസ്ഥിതിയിലും ഫലം കായ്ക്കുന്നവരായിരിക്കാൻ നമുക്ക് സാധിക്കും. ഇനി അവയില്ലെങ്കിലോ, ഈ ഗുണങ്ങൾ വർദ്ധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അവൻ കൊടുക്കുന്നത് ക്രിസ്തു ദൃഷ്ടിയുള്ളവരും തന്റെ മുമ്പിലത്തെ കാണുന്നതിന്റെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അവൻ ആത്മീയ ദർശനമില്ലാതെ ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവനായി ഇരുന്നത്. ഈ ഗുണങ്ങൾ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ആത്മീയമായ യാതൊരു കാഴ്ചപ്പാടും നമ്മുടെ ജീവിതത്തിൽ കാണുകയില്ല. കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിക്കും. എന്തിനാ ഇവിടെ ആ കാര്യം പറയുന്നത്? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. കർത്താവ് നമ്മെ വിളിച്ചു, കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അതെന്തിനാ ഇവിടെ പറയുന്നത്? ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഈ ക്രിസ്തീയ ഗുണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അതെങ്ങനെ ഉറപ്പാക്കണം? നിങ്ങൾ ലളിതമായ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. എങ്ങനെ ഉറപ്പാക്കണം? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാണ് ചോദിച്ചാൽ ഒരു മറുപടി, ഞാൻ ഇന്ന ദിവസം ഇന്നടത്ത് വെച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു. ശരി, നല്ലൊരു ഉത്തരം. അത് സ്വീകരിച്ചിരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ? വേറെ എന്തെങ്കിലും ഉണ്ടോ ഉത്തരം? അന്ന് 25 വർഷം മുമ്പ് ഒരു മീറ്റിംഗ് വെച്ച് ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പ് സമ്മതിച്ചു. നല്ല ഉറപ്പാണ്. അത്രയേ ഉള്ളൂ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉറപ്പല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് പറഞ്ഞാൽ
ഈ ക്രിസ്തീയ ഗുണങ്ങൾ നിന്നിൽ വർത്തമാനമായ നിലയിൽ വർദ്ധിച്ചു വരുമ്പോൾ നീ നിനക്ക് തന്നെ ഒരു ഉറപ്പ് നൽകുകയാണ്, ഞാൻ ദൈവത്തിന്റെ വൈതലാണ്. അതാണ്. When I see these virtues abounding in me, I am confirming to myself that I am a child of God. 25 വർഷം മുമ്പ് യോഗത്തിൽ കൈവക്കി, അത് സമ്മതിച്ചു. നീ രക്ഷിക്കപ്പെട്ടു, സമ്മതിച്ചു. അത് മാത്രമേ ഉള്ളൂ. ചിലർക്ക് അത് മാത്രമേ. രക്ഷിക്കപ്പെട്ടാണോ? അതെ. എങ്ങനെ അറിയാം? അന്ന് കൺവെൻഷൻ വെച്ച് പ്രാർത്ഥന പ്രാർത്ഥിച്ചു, BBS വെച്ച് പ്രാർത്ഥിച്ചു, ക്യാമ്പ് വെച്ച് പ്രാർത്ഥിച്ചു, രക്ഷിക്കപ്പെട്ടു. ശരി, നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ രക്ഷിക്കപ്പെട്ടാന്നുള്ളത്? വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? ജീവിതത്തിൽ വേറെ ഒരു തെളിവും ചിലപ്പോൾ ജീവിതത്തിലില്ല. വേറെ എന്താ തെളിവ്? എന്റെ ആത്മീയ ജീവിതത്തിൽ നാളുകൾ കഴിയുന്തോറും ഈ ഗുണങ്ങൾ വർത്തമാനമായ നിലയിൽ കാണപ്പെടുന്നു. ഭക്തിയും സ്നേഹവും സഹോദരപ്രീതിയും ഈ ക്രിസ്തീയ ഗുണങ്ങളും എൻ്റെ ഉള്ളത്തിൽ കൂടുതൽ കൂടുതൽ വർദ്ധിച്ച് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പാണ്. എന്താ? ഞാൻ രക്ഷിക്കപ്പെട്ട. അന്ന് കൈവയ്ക്കൊണ്ട് മാത്രമല്ല, അത് സംബന്ധിച്ചു. ഇന്ന് അനുദിനം ക്ഷമിക്കാനും സഹിക്കാനും വഹിക്കാനും ദൈവമക്കളെ സ്നേഹിക്കാനും ദൈവകാര്യങ്ങളിൽ താല്പര്യമുള്ളവനായിരിക്കാനും ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോ ഞാൻ എനിക്ക് തന്നെ ഒരു കൺഫർമേഷൻ കൊടുക്കുക. എന്താ? നീ രക്ഷിക്കപ്പെട്ടവൻ. എങ്ങനെ അറിയാം? അന്നുണ്ടായ സംഭവമല്ല, ഇന്ന് അനുദിന ജീവിതത്തിൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ? പണ്ടൊരു ദിവസം രക്ഷിക്കപ്പെട്ടു, സമ്മതിച്ചു, രക്ഷപൂർണ്ണമാണ്, അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതല്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ? നിന്റെ അനുദിന ജീവിതത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ നീ രക്ഷിക്കപ്പെട്ടതാണ്? എനിക്ക് പാപത്തോട് വെറുപ്പുണ്ട്, ആത്മീയ കാര്യങ്ങളോട് എനിക്ക് താല്പര്യമുണ്ട്, ദൈവത്തിനെ കേൾക്കാൻ എനിക്ക് ഉത്സാഹമുണ്ട്, ക്ഷമിക്കാനും സഹിക്കാനും വഹിക്കാനും എനിക്ക് സാധിക്കുന്നു, എൻ്റെ ഉള്ളിൽ സഹോദര സ്നേഹമുണ്ട്. ഇതെല്ലാം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഉറപ്പ് തരികയാണ്, എന്താ? ഈ ദൈവത്തിന്റെ പേരില്ല, അതുകൊണ്ട് അതെനിക്കതിൻ്റെ ആവുക. അങ്ങനെ ഉറപ്പ് നിന്നുണ്ടോ? പണ്ട് രക്ഷിക്കപ്പെട്ട കാര്യം പറയാനുള്ളോ? അതോ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ദൈവവേദനാണ് എന്നെനിക്കറിയാം. കാരണം എൻ്റെ ഉള്ളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ സ്വഭാവത്തിൽ വരുന്ന രൂപാന്തരം, അതിൽ നിന്ന് എനിക്കറിയാം ഞാൻ ദൈവവേദനാണ്. ഞാൻ ഒരു ക്യാമ്പിൽ വെച്ച് സംസ്കാരമാണെന്ന് തോന്നുന്നു, ഒരു പയ്യനുമായിട്ട് സംസാരിക്കാനിടയാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടാണെന്നാ പറയാം. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഇന്ന് വേദോസ്തമൊക്കെ വായിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ വേദോസ്തം വായിക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല, പ്രാർത്ഥിക്കുന്നില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അല്ലാതെ വേദോസ്തം വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടവർ. അപ്പൊ അവൻ രക്ഷിക്കപ്പെട്ടെന്നുള്ളതിന് അവനുള്ള ഉറപ്പല്ല. എന്തെങ്കിലും ഒരു മീറ്റിങ്ങിലോ വരെ വെച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവ് സ്വീകരിച്ച് കാണും, അത് ആയിരിക്കും ഉറപ്പ്. പിന്നെ ജീവിതത്തിൽ വല്ല ഉറപ്പുണ്ടോ? യാതൊരു ഉറപ്പും അനുഭവത്തിന് വെച്ചിട്ടില്ല. വേദപുസ്തകം വായിക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാനും താല്പര്യമില്ല. അവർ രക്ഷിക്കപ്പെട്ടതാണ്. നമുക്ക് വിധി പറയാനൊക്കെ ഇല്ല, ഞാൻ പറയുന്നില്ല രക്ഷിക്കപ്പെട്ട അല്ലെന്നൊന്നും. പക്ഷേ രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണം കാണുന്നില്ല. പിന്നെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം കേൾക്കുന്നത് കേട്ടത്, ഈ വർദ്ധനം പറഞ്ഞതിനിടയ്ക്ക് അവൻ വേറൊരു കാര്യം ഞങ്ങളെ ഒരു കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് വേണം. എന്താ? ഞായറാഴ്ച ആലോചന പറയുന്നില്ല, അതൊന്നും പറഞ്ഞുതരാം. നോക്കണേ നമ്മുടെ സഭകളുടെ സ്ഥിതി. നമ്മുടെ സഭകളുടെ സ്ഥിതി എന്താ? പിള്ളേരുടെയൊക്കെ വിചാരം ആത്മീയത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഞായറാഴ്ച എഴുന്നേറ്റ് ഒരു ചിന്ത പറയുക. ചിന്ത പറയണം കേട്ടോ, അതിനെതിരല്ല. ഞാൻ ചെറുപ്പക്കാരെ ഉത്സാഹിക്കാത്തത് പറയണമെന്നും പറയാം. പക്ഷേ അനുദിന ജീവിതത്തിൽ വേദപുസ്തകം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നീ അടുത്ത് ജീവിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ് ഞായറാഴ്ച എഴുന്നേറ്റ് നീ ഒരു സങ്കീർത്തനം വായിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നാളെ 6 കുഴപ്പമില്ല, തിങ്കൾ മുതൽ ശനി വരെ ദൈവവുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. ഞായറാഴ്ച രാവിലെ മെഹിബോശത്തിന് യാസറിനെയോ ചത്തനായോ പണ്ടാട് പറഞ്ഞ മെഹിബോശത്തിന് വീഴ്ചയെ തള്ളിക്കൊണ്ടു ഞായറാഴ്ച രാവിലെ.
അവരെ ആരെങ്കിലും കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ചെറിയൊരു ടോക്ക് 10 മിനിറ്റ് സഭയിലുള്ളവരിലാണ് നല്ല ആക്ടിയാണ്. ഈ കല്യാണാലോചനയ്ക്ക് നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കണം, ആ പയ്യനൊക്കെ ആ സഭയിൽ ചോദിച്ചു നോക്കണം. ആദ്യം അവർ പറയുന്ന മറുപടി എന്തായിരിക്കും അറിയാം, ഒരു ഞായറാഴ്ച ചിന്തയൊക്കെ പറയാം. അപ്പം അങ്ങനെ ആത്മീയനാണെന്നുള്ളത് ഒന്നാമത്തെ തെളിവ് ഞായറാഴ്ച ചിന്ത പറയുന്നതല്ല. ഞായറാഴ്ച ചിന്ത പറയരുതെന്നല്ല പറയുന്നത്, നല്ല കാര്യമാണ്, ഉത്സാഹിപ്പിക്കണം, എല്ലാവരും പറയണം. പക്ഷേ ചിലർ ചിന്ത പറയുന്നത് വെറുതെ പറയുക, വേദപുസ്തകം വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ദൈവികമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആത്മീയനാണെന്ന് കാണിക്കുന്നത് ഞായറാഴ്ച ഇത് പറയുന്നുകൊണ്ടാണ്. ബാക്കിയുള്ളവരെല്ലാം വിചാരിക്കുന്നത് നല്ല കാര്യമാണ്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ വഞ്ചനയാണ്, ഇതൊക്കെ അപകടമാണ്. ഞാൻ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ഏതിൽ നിന്ന് വരേണ്ടതെന്നറിയാമോ? അനുദിനം ഞാൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് എൻ്റെ എല്ലാ പ്രവർത്തനവും വരേണ്ടത്. പറഞ്ഞു വന്നത് ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കാം, എന്നിട്ട് നിന്റെ വിളിയിൽ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാം. അപ്പോൾ നിന്നിൽ ഈ ക്രിസ്തീയ ഗുണങ്ങൾ വർത്തമാനമായ നിലയിൽ കാണുമ്പോൾ നിനക്ക് തന്നെ അറിയാം ഞാൻ രക്ഷിക്കപ്പെട്ടവരാണ്, ഞാൻ ദൈവവേദനാണെന്ന്. ഐ ആം കൺഫേമിംഗ് ടു മൈസെൽഫ്. ഞാൻ എനിക്ക് തന്നെ ഉറപ്പുവരുത്തുകയാണ് ഈ ഗുണങ്ങളാൽ ഞാൻ രക്ഷിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മെ പ്രത്യേകം സഹായിക്കട്ടെ. അപ്പോൾ ഇവ നമുക്കുണ്ടായി വർദ്ധിക്കുന്നെങ്കിൽ ഉള്ള പ്രതിഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കും, പിന്നെ പ്രൊഡക്റ്റീവായിരിക്കും, ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, ഫലമുള്ളവരായിരിക്കും, പിന്നെ നമ്മുടെ രക്ഷയെക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ടായിരിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ടവരാണ്, എനിക്ക് ഉറപ്പാണ്. എങ്ങനെ അറിയാം? അന്നൊരു തീരുമാനം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അനുദിന ജീവിതത്തിൽ കർത്താവുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. കർത്താവ് ജീവിക്കുന്നുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് എനിക്ക് ഒരാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പോൾ സംസാരിച്ചേ ഉള്ളൂ. പിന്നെന്താ, ഞാൻ ഇപ്പോൾ പുള്ളിയോട് സംസാരിച്ചേ ഉള്ളൂ. അതാ ഏറ്റവും വലിയ തെളിവ്. കർത്താവ് ജീവിക്കുന്നുണ്ടെന്നുള്ള തെളിവെന്താ? വേദപുസ്തകത്തിലുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഇപ്പം കർത്താവോട് സംസാരിച്ചേ ഉള്ളൂ. അപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയാം കർത്താവ് ജീവിക്കുന്നുണ്ടോ. നിങ്ങൾക്കറിയാമോ? കർത്താവായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അവനുണ്ടെന്ന് ജീവിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? അത് നമുക്കുണ്ടാവില്ല. ഇത് നിങ്ങൾക്കുണ്ടാകാൻ വർദ്ധിക്കുന്നുവെങ്കിൽ. പിന്നെ അതിന് താഴെ വേറൊരു കാര്യം പറയാണ്, ഇങ്ങനെ ചെയ്താൽ, അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ക്രിസ്തീയ ഗുണങ്ങൾ നമ്മിൽ വർദ്ധിപ്പിക്കുകയും നാം നമ്മുടെ രക്ഷയെക്കുറിച്ച് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുള്ളവരായിരിക്കുകയും ചെയ്താൽ, വർത്തമാനമായ നിലയിൽ ഈ കാര്യങ്ങൾ വെർച്വൽസ് നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തിയെടുത്താൽ, നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. കർത്താവിന്റെ രാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശനം പ്രാപിക്കും എന്നാണ് എൻ്റെ കർത്താവ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവിന്റെ രാജ്യത്ത് പ്രവേശിക്കും, അല്ലേ? അതിന് സംശയമൊന്നുമില്ല. എന്നാൽ ചിലര് ധാരാളമായി പ്രവേശിക്കും. എങ്ങനെയാണ് ധാരാളമായി പ്രവേശിക്കുന്നത്? ഈ മലയാളത്തിലെ ഈ തർജ്ജമയിൽ നിന്ന് നമുക്കത് മനസ്സിലാകുന്നില്ല, അല്ലേ? ധാരാളമായിട്ട് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? നിങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി തർജ്ജമയൊക്കെ നോക്കണം. NIV തർജ്ജമ ചെയ്തിരിക്കുന്നത് യു വിൽ ഹാവ് ആൻ ഓണറബിൾ എൻട്രി. ആദരവോട് കൂടിയ പ്രവേശനം ലഭിക്കും. ഹിന്ദി ബൈബിളില് ആദർ കെ സാത്ത് പ്രവേശ് കർണേ പാവോ, ആദരവോടുകൂടി പ്രവേശിക്കും. അപ്പോ ഈ ഗുണങ്ങൾ നമ്മിലുണ്ടായി വർദ്ധിച്ച ക്രിസ്തീയ ഗുണങ്ങൾ വർത്തമാനമായ നിലയിൽ നമ്മിലുണ്ടാവുകയും നമ്മുടെ രക്ഷയെക്കുറിച്ച് നാം ഉറപ്പുള്ളവരായിരിക്കുകയും ആത്മാവിന്റെ ഫലം നമ്മിൽ വർത്തമാനമായ നിലയിൽ നാം പുറപ്പെടുവിക്കുകയും ചെയ്ത് ജീവിച്ചാലുള്ള ഗുണം, നമ്മൾ ഫലം പുറപ്പെടുവിക്കും, ഉത്സാഹം ഉള്ളവരായിരിക്കും, വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പറ്റും. പിന്നെ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ രാജ്യത്തിലേക്ക് ആദരവോടുകൂടിയുള്ള പ്രവേശനം നിനക്ക് സാധിക്കും. So it is not the matter of entry, but the manner of entry. അവിടെ പ്രവേശിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാവരും പ്രവേശിക്കും. എന്നാൽ എങ്ങനെ പ്രവേശിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആദരവോടുകൂടെ പ്രവേശിക്കുക. ഈ ഭാഗത്തെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ പല കമൻസ് വായിക്കാനിടയായിട്ടുണ്ട്. അതിൽ ഒന്ന്, റോമാക്കാര് ശത്രുക്കളെ ജയിച്ച് കീഴടക്കി മടങ്ങി വരുമ്പോൾ
സൈന്യാധിപനും സൈന്യത്തിനും വലിയ ആദരവോട് കൂടിയ ഒരു പ്രവേശനം നഗരത്തിലേക്ക് നൽകും. അത് പത്രോസിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ചില വേദപണ്ഡിതന്മാർ പറയുന്നത്. ഇതിപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പത്രോസിന്റെ എഴുതിയതെന്നാണ്. അവർ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ അതിനെക്കുറിച്ച് എഴുതുന്നത്, പട്ടണത്തിലെ മതിലിന്റെ ഒരു ഭാഗം ഇടിച്ചു കളഞ്ഞ് ആ ഭാഗത്തോട് ഇവരെ പട്ടണത്തിലോട്ട് കയറ്റുമെന്നാണ്. അസാധാരണമായ നിലയിൽ അവരെ വരവേൽക്കുക. അവർ ജയിച്ചു വരിക. അവർ ജയിച്ചു വരുമ്പോൾ പട്ടണ മതിലിന്റെ ഒരു ഭാഗം ഇടിച്ച് ആ വാതിലിലൂടെ ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക. അതാണ് ആദരവോടുകൂടി പ്രവേശനം എന്ന് പറയുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ ആ കാര്യം പത്രോസിന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഉദ്ദേശിച്ചാണ് പത്രോസിന്റെ എഴുതിയതെന്നാണ് ചിലരുടെ അഭിപ്രായം. അതെങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, ആദരവോടുകൂടിയ പ്രവേശനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കും. എങ്ങനെ പ്രവേശിക്കും? കഷ്ടിച്ച് കടന്നുകൂടുകയാണോ? വെറുതലായിട്ട് പറയുന്ന പോലെ താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടെ എന്ന പോലെയാണോ? അതോ ആദരവോടുകൂടിയ ഒരു പ്രവേശനം നമുക്ക് സാധിക്കും? പ്രതിഫലങ്ങൾ വാങ്ങിക്കുവാൻ, ബഹുമാനം വാങ്ങിക്കുവാൻ ആദരവോടുകൂടി ഒരു പ്രവേശനം നമുക്ക് സാധിക്കുമോ? ആർക്കാണ് സാധിക്കുന്നത്? ശ്രദ്ധിക്കണേ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോയി നടന്നാൽ നമുക്ക് സാധിക്കുമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ഈ ക്രിസ്തീയ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ആത്മീകമായി വളർച്ചയുള്ളവനായി ഞാൻ ജീവിക്കുകയും ആത്മാവിന്റെ ഫലം എൻ്റെ ജീവിതത്തിൽ പുറപ്പെടുവിച്ച് ഞാൻ ജീവിക്കുകയും ചെയ്താൽ ആദരവോടുകൂടി ഒരു പ്രവേശനം എനിക്ക് ദൈവരാജ്യത്തിൽ ലഭിക്കും. എഫ് ബി മേയർ എന്ന് പറയുന്ന പ്രസിദ്ധനായ വേദപണ്ഡിതനുണ്ട്. അദ്ദേഹം ഈ വാക്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായിരിക്കും ഞാൻ വായിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന് ചുരുക്കം, നിങ്ങൾ അവിടെ പ്രവേശിക്കുമ്പോൾ ആരും അറിയാത്തവനായി യാതൊരു ബഹളവുമില്ലാതെ നിശബ്ദമായിട്ടായിരിക്കുമോ നിങ്ങൾ പ്രവേശിക്കുന്നത്? അതോ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ മണികൾ മുഴങ്ങുമോ, വലിയ ആഘോഷം ഉണ്ടാകുമോ? അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ് ഈ ഭാഗത്തെക്കുറിച്ച്. How will you enter heaven? Will there be music in heaven when you enter? നീ അവിടെ പ്രവേശിക്കുമ്പോൾ അവിടെ ആഘോഷം ഉണ്ടായിരിക്കുമോ, മണികൾ മുഴങ്ങുമോ? അതോ അൺനോട്ടീസ്ഡ്, ആരും ശ്രദ്ധിക്കാതെ ആയിരിക്കുമോ നീ അങ്ങോട്ട് പ്രവേശിക്കുന്നത്? ഡോക്ടർ ബില്ലി ഗ്രഹാം മരിച്ച ഇടയ്ക്ക് ഒരു മാസികയിൽ ഒരു കാർട്ടൂൺ ഉണ്ട്. ആ കാർട്ടൂണിൽ ഒരു ചിത്രം എഴുതി വരച്ചിരിക്കുകയാണ്. ഒരു ദൂതൻ സ്വർഗത്തിന്റെ വാതിക്കൽ, ഭാവനയാണ് കേട്ടോ, ബില്ലി ഗ്രഹാമിനെ സ്വീകരിക്കാനായിട്ട് ഒരു ദൂതൻ സ്വർഗത്തിന്റെ വാതിക്കൽ നിൽക്കുക. അപ്പൊ ബില്ലി ഗ്രഹാം ആ വാതിക്കൽ ചെന്ന് നിൽക്കുകയാണ്, അകത്തോട്ട് കയറാൻ. ഇതിന്റെ അകത്ത്, സ്വർഗത്തിന്റെ അകത്ത് അനേക ആളുകൾ അകത്തുനിന്ന് ഇങ്ങനെ വാതിക്കലോട്ട് ബില്ലി ഗ്രഹാമിനെ കാണാൻ എത്തി നോക്കി ഇങ്ങനെ നിൽക്കുക. ഇത്രയും തന്നെ വരിവരിയായിട്ട് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ദൂതൻ പറയുകയാണ് ബില്ലി ഗ്രഹാമിനോട്, please come in. Thousands are waiting inside to thank you. അതുപോലെ നിങ്ങൾ അകത്തേക്ക് വരണം. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളോട് നന്ദി പറയാനുള്ള കാത്തു നിൽക്കുക. നമ്മൾ ചെല്ലുമ്പോൾ ആരെങ്കിലും അങ്ങനെ കാണും, നന്ദി പറയാം. ലൂക്കോസ് 14 നമ്മുടെ ധനത്തിന്റെ വിനിയോഗത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ പറയുന്ന പ്രയോഗമുണ്ട്, ഇതൊക്കെ നശിച്ചാൽ നിത്യ കൂടാരങ്ങളിൽ ആ സ്നേഹിതന്മാർ നിങ്ങളെ ചേർത്തുകൊണ്ടാകും. അനീതിയുള്ള മാമനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുകയും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ പണം കൊണ്ട് സ്വർഗത്തിലേക്ക് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടായിക്കണം. എങ്ങനെയാ സ്വർഗത്തിലേക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്നത്? കാശ് കൊടുത്ത ആളുകളെ രക്ഷിക്കപ്പെടുത്തുക എന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെ അതിനെ രക്ഷിക്കപ്പെടാൻ പറ്റുകയില്ല. നിങ്ങളുടെ പണം ആളുകളുടെ രക്ഷയ്ക്കും സുവിശേഷീകരണത്തിനും വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച് ആ പണം കൊണ്ട് അനേകം രക്ഷിക്കപ്പെടുകയും ദൈവത്തെ അറിയുകയും ചെയ്യാൻ ഇടയായാൽ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ഈ ഭൂമിയിലെ വീടും കാതെല്ലാം നശിച്ചെല്ലാം പോയി, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർക്കാനായിട്ട് അനേക ആളുകളാണ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ആരെങ്കിലും കാണുമോ? നിങ്ങളുടെ കാശ് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇവരോട് കാണും.
നിങ്ങൾ കാശ് കൊടുത്ത് ബൈബിൾ മേടിച്ച് സുവിശേഷം തന്നുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ മേടിച്ചു കൊടുത്ത ബൈക്ക് ഉപയോഗിച്ച് സുവിശേഷം പഴയ കാലം കയറി ഇറങ്ങി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് പ്രസംഗിച്ചു. അതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. താങ്ക് യു എന്ന് പറയാൻ ആരെങ്കിലും അവിടെ കാണാം. ഞാനൊരു കാര്യങ്ങൾ കുറച്ച് നാളുകൾ മുമ്പ് കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു ഞായറാഴ്ച യോഗത്തിന് സമയത്താണ്. അവിടെ ഞായറാഴ്ച ആദ്യത്തെ യോഗം കഴിഞ്ഞ് സാക്ഷി പറയുന്ന സമയമാണ്. ആ സാക്ഷി പറയുന്ന സമയത്ത് ഒരു ഗ്രാമീണ സ്ത്രീ അവരവിടുത്തെ ഒരു ബാങ്കിൻ്റെ മാനേജരാണ്. ആ പട്ടണത്തിലെ ബാങ്കിൻ്റെ മാനേജരാണ്. ഗ്രാമീണ സ്ത്രീയാണ്. പേരും ഗ്രാമീണ പേര് തന്നെയാണ്. അവരവിടെ സാക്ഷി പറയാനാണ്. ആ സാക്ഷി പറയാൻ എഴുതി. അവർ സാക്ഷി പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവർ പറഞ്ഞു, ഇന്ന പുസ്തകം വായിച്ചാണ് ആദ്യമായിട്ട് ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിളിച്ചത് എന്ന് അവർ പുസ്തകത്തിൽ പേര് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് ഓൾമോസ്റ്റ് അറിഞ്ഞു. എന്താ കാര്യം എന്നറിയാം, എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകം അവൻ പ്രസിദ്ധീകരിക്കാനായിട്ട് എന്നോട് പറഞ്ഞാൽ നിങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാനും അതിൻ്റെ പ്രിന്റിങ്ങിനൊക്കെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യും. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. എൻ്റെ കൂടെ കാശ് കൊണ്ടാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അനേക വർഷം ഞാനത് മറന്നുപോയി. അനേക വർഷം കഴിഞ്ഞ് ഒരു ഗ്രാമീണ സ്ത്രീ പറയാണ്, ഈ പുസ്തകമാണ് എന്നെ രക്ഷയിലേക്ക് കാണിച്ചത്. എനിക്ക് ഷോക്കടിച്ചു. ഞാൻ അതിന് കാശ് കൊടുക്കാൻ ഞാൻ മാത്രമല്ല കേട്ടോ, പല കാശ് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യം ഓർത്തൊന്നേ ഉള്ളൂ. ഞാനത് മറന്നുപോയി. പക്ഷേ അന്ന് അതിനുവേണ്ടി കൊടുത്തിയ കാശ് പ്രയോജനപ്പെട്ടുകൊണ്ട് ഈ സ്ത്രീയുടെ സാക്ഷിക്ക് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന സമയം, നമുക്ക് ലഭിക്കുന്ന പണം, നമുക്ക് ദൈവം തരുന്ന റിസോഴ്സസ് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നാം ഉപയോഗിക്കുകയും നമ്മുടെ ആത്മീയ ജീവിതം നാം സൂക്ഷിക്കുകയും ചെയ്താൽ നാം മുഖാന്തരം നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് സ്വർഗരാജ്യത്തിലെത്തുക ഇടയാകുന്ന ആളുകൾ അവർ നമുക്ക് അവരെ കിരീടമായി, അവർ നമുക്ക് സ്നേഹിതന്മാരായിരിക്കും സ്വർഗത്തിൽ. നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിതന്മാരോ ഉണ്ടോ സ്വർഗത്തിൽ? നിങ്ങളോട് നന്ദി പറയാൻ അവിടെ ആരെങ്കിലും കാണുമോ? നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ പണം കൊണ്ട്, നിങ്ങളുടെ സമയം കൊണ്ട് ദൈവത്തെ അറിയാൻ ഇടയായി എന്ന് പറയുന്ന ആരെങ്കിലും അവിടെ കാണുമോ? നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആദരവോടുകൂടി ഒരു പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കുമോ? ഞാൻ വായിച്ചിട്ടുള്ള ഒരു സംഭവം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. എന്താണ് ആദരവോടുകൂടിയ പ്രവേശനം എന്ന് പറയുന്നത്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് റോബർട്ട് മാൻഡ്രി എന്ന് പറയുന്ന ഒരാൾ 13 അടി നീളമുള്ള ഒരു ചെറിയ ബോട്ടിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രം 78 ദിവസം കൊണ്ട് കടന്നു. അയാൾ ഒറ്റയ്ക്ക് 13 അടി നീളമുള്ള ഒരു ബോട്ടിൽ 78 ദിവസം എടുത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ ഈ കരന്ന് അക്കരച്ചു. പലവട്ടം ഈ വഞ്ചി മറഞ്ഞു, സമുദ്രത്തിലൂടെ പോവുകയും പലവട്ടം മറന്ന് തലകീഴായിട്ട് മറി ഇയാൾ പിന്നെ അള്ളി പിടിച്ച് കയറും. അങ്ങനെ കഷ്ടപ്പെട്ട് കയറി ഒടുവിൽ ഇയാൾ അക്കരെ ചെന്നു. ഇയാൾ അക്കരെ ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ 300 ബോട്ടുകൾ 40,000 മനുഷ്യരും അവിടെ എത്തിയില്ല. റോബർട്ട് മാൻഡ്രി നടത്തിയ സാഹസികമായ ഈ യാത്ര വിജയകരമായി പര്യവസാനിപ്പിച്ചതിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ 300 ചെറു ബോട്ടുകൾ അവിടെ കാത്തിരിക്കുകയാണ്. 40,000 ആളുകൾ അവിടെ കാത്തിരിക്കുകയാണ്. അതാണ് ആദരവോടുകൂടിയ പ്രവേശനം. നമ്മളക്കരെ ചെല്ലുമ്പോൾ കൈയടിക്കാൻ ആരെങ്കിലും കാണുമോ? ആദരവോട് നമ്മളെ സ്വീകരിക്കാൻ ആരെങ്കിലും കാണുമോ? രക്ഷിക്കപ്പെട്ടാണ് സ്വർഗത്തിൽ പോകുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല. പോകുമല്ലോ എന്നുള്ളതല്ല, എങ്ങനെ പോകുമെന്നുള്ളതാണ് ചോദ്യം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭക്തിയായി ജീവിക്കാൻ വേണ്ട എല്ലാ റിസോഴ്സും ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം ആ റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മുടെ ക്രിസ്തീയ ഗുണങ്ങൾ വർദ്ധിപ്പിച്ച് ഉത്സാഹമുള്ളവരായി, ഫലമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാം ജീവിച്ചാൽ
ദൈവം അവർക്ക് ഒരുപാട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഫലകരമാകും. നമ്മുടെ രക്ഷയെക്കുറിച്ച് നല്ല ഉറപ്പും ധൈര്യവും സന്തോഷവും ഉള്ളവരായി നാം ഇരിക്കും. മാത്രമല്ല, നമ്മുടെ ഈ ലോക ജീവിതയാത്ര കഴിഞ്ഞ് നാം അക്കരെ ചെല്ലുമ്പോൾ ആദരവോടുകൂടിയ ഒരു പ്രവേശനം ദൈവം നൽകും. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം രക്ഷിക്കപ്പെട്ടു, ഇനി എങ്ങനെയാലും അത് ചെന്ന് പറ്റിയാൽ മതി എന്ന് പറഞ്ഞല്ല ക്രിസ്തീയത നയിക്കേണ്ടത്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ജയത്തോടെ, ആദരവോടുകൂടെ നമ്മുടെ ഓട്ടം അവസാനിപ്പിക്കത്തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിരവധിയായി പ്രവർത്തിക്കുകയും നമ്മുടെ ക്രിസ്തീയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാൻ മനഃപൂർവ്വം പരിശ്രമിക്കുകയും ചെയ്ത് ദൈവകൃപയിൽ നാം ആശ്രയിക്കണം. കർത്താവ് തന്നിട്ടുള്ള റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കണം. ഏറ്റവും ധന്യമായ ഒരവസാനം പൗലോസ് പറഞ്ഞ പോലെ നല്ലവർ ഒരു ഓട്ടം തിരിച്ചു, വിശ്വാസം കാത്തുള്ളൂ. ഇനി എങ്ങനെയാണ് ഞാനിങ്ങനെ തെന്ന് പറ്റുന്നല്ല, കിരീടം എനിക്കായിട്ടവിടെ കാത്തിരിക്കുക. അത് ആദരവോടുകൂടി പ്രവേശനമാണ്. അവിടെ ചെല്ലുമ്പോൾ കിരീടം പ്രസവിക്കാൻ പോകുക, ആദരവോടുകൂടി പ്രവേശനമാണ്. എൻ്റെ നിങ്ങളുടെ ഭാഗ്യ ജീവിതം പരിശോധിക്കുവാൻ ഇന്ന് നാം ചെറുപ്പമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ 10 വയസ്സാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് ക്രമപ്പെടുത്തിയ ഈ ലോകത്തിൽ വരുവാനുള്ളത് നന്മകൾ നമുക്കുണ്ടാകും. ദൈവത്തിന്റെ ആത്മാവിനെ സഹായിക്കും.